നമുക്ക് ഈ അക്ഷരങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫത്തഹ ചേർത്ത് നോക്കാം. ഫത്തഹ എന്ന് പറയുന്നത് ഒരക്ഷരത്തിന് മുകളിൽ ഇടുമ്പോൾ ആ ശബ്ദം കൊടുക്കുന്നതാണ്. ഉദാഹരണം നമുക്ക് ബാഇന് മുകളിൽ ഇട്ടപ്പോൾ ബ, കാഇന് മുകളിൽ ഫത്ത ഇട്ടപ്പം ക, ലാമിന് മുകളിൽ ഇട്ടപ്പോൾ ല, മീമിന് മുകളിൽ ഇട്ടപ്പം മ, തായ്ക്ക് മുകളിൽ ഇട്ടപ്പം ത. അടുത്തത് നൂനിന് മുകളിൽ ഇടുമ്പം നമുക്ക് ഫത്തഹ, നൂനിന് മുകളിൽ ഇടുമ്പോൾ ന എന്ന് വായിക്കാം. ഈ നായും തായും തമ്മിൽ എഴുതുന്ന വ്യത്യാസം കണ്ടോ? താ എഴുതുന്നത് ഇച്ചിരി നീളത്തിന് പരത്തിയും നൂന് എഴുതുന്നത് കുഴിച്ചുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അടുത്ത ഹാന് മുകളിൽ ഫത്ത ഇട്ടപ്പോൾ ഹ എന്ന ശബ്ദം. വെറും ഹ അല്ല, നമ്മൾ തൊണ്ടക്കുഴി എന്നാണ് പറയുന്നത്. ഹ. ഇത് ജീം. ജീമിന് മുകളിൽ ഫത്ത ഇട്ടപ്പോൾ ജീം എന്ന് നമ്മൾ വായിക്കാം. അടുത്ത നോക്കിയേ, ബ എഴുതി കിസറിട്ടു. കിസറല്ല കസർ എന്നാണ് പറയുന്നത് എന്നെപ്പോഴും പറയാറുണ്ട്. കസറ ഇടുന്നത് എങ്ങനെ? ഒരക്ഷരത്തിന് അടിയിൽ ചരിഞ്ഞ വരം. അത് ബ എന്ന അക്ഷരത്തിന് അടിയിൽ നമ്മൾ ഇടുമ്പോൾ നമുക്ക് എന്തെന്ന് വായിക്കാം? ബി എന്ന ശബ്ദം, ബി എന്ന ഉച്ചാരണം. കാഫിനടിയിലിടുമ്പോൾ കി. അടുത്ത നോക്ക്, ലാമിനടിയിലിടുമ്പോൾ ലി. അടുത്ത മീമിൻ്റെ അടിയിൽ കസറ ഇടുമ്പോൾ മീ. താഇനടിയിൽ കസറ ഇടുമ്പോൾ തീ. നൂനിനടിയിൽ കസറ ഇടുമ്പോൾ നീ. ഹാഇനടിയിൽ കസറ ഇടുമ്പോൾ ഹി. ജീമിനടിയിൽ കസറ ഇടുമ്പോൾ ജി. അടുത്തത് ലമ്മ് ഉണ്ട്. ഒരു ചുനുപ്പ് ഇടത്തോട്ട് അക്ഷരത്തിന് മുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബായിന് മുകളിൽ ലമ്മിട്ടപ്പോൾ ബൂ. കാഫിന് മുകളിൽ ഇട്ടപ്പോൾ കൂ. ലമ്മിടുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. ലാമിന് മുകളിൽ ഇട്ടപ്പോൾ ലൂ. മീമിന് മുകളിൽ ഇടുമ്പോൾ മൂ. നൂനിന് മുകളിൽ ഇടുമ്പോൾ നൂ. നൂൻ എഴുതിയത് കണ്ടോ? നൂൻ അടിയിലോട്ട് കുഴിഞ്ഞിരിക്കണം. താവും ബാഗൊക്കെ ആണെങ്കിൽ പരന്ന് തന്നെ ഇരിക്കണം. അടുത്ത ഹോ. ഇത് ജീമിന് മുകളിൽ ഇടുമ്പോൾ ജൂ. തൂ. ഇനി നമുക്ക് ആ എന്ന ചിഹ്നം കൊടുക്കാം. നമ്മൾ ബ എഴുതിയില്ലേ? ബാന് മുകളിൽ ഫത്ത ഇട്ടപ്പോൾ ബ. അതിൻ്റെ കൂടെ ഒരു അലിഫും കൂടെ ചേർക്കുമ്പോൾ ബാ എന്നെഴുതാം. അടുത്ത് നമുക്ക് ബി എന്ന് എഴുതണ്ടേ? അപ്പോൾ ബാഇന് കിസറിടുമ്പോൾ ബി. അതിൻ്റെ കൂടെ ഒരു യായും കൂടെ ചേർക്കുമ്പോൾ ബി എന്ന് നീട്ടി വായിക്കാം. അടുത്തത് അപ്പോൾ നമുക്ക് ബൂ എന്ന് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബാഇന് ലമ്മിടുമ്പോൾ ബൂ എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ ബാഇന് ലമ്മിട്ട് ബൂ എന്ന് എഴുതുന്നതിനോടൊപ്പം ഒരു വാവും കൂടെ ചേർക്കുമ്പോൾ ബൂ എന്ന് വായിക്കാം. അടുത്ത് നമുക്ക് കാ എന്ന് എഴുതിയത് എങ്ങനെയെന്ന് നോക്കി. കാഫിന് മുകളിൽ ഫത്തഹ് അലിഫ് കാ. കാഫിന് അടിയിൽ കസറ് യാ കീ. അടുത്ത് നോക്ക്, കാഫിന് മുകളിൽ ലമ്മ് വാവ് കൂ. മീമിന് മുകളിൽ ഫത്തഹ് കൂടെ അലിഫ് ചേർത്ത് എഴുതിയപ്പോൾ മാ. അടുത്തത് മീമിനോട് യാ ചേർത്ത് എഴുതി കസറ് കൊടുത്തപ്പോൾ മീ. അടുത്തത് നോക്ക്, മീമിനോട് ലമ്മ് കൊടുത്ത് വാവ് ചേർത്ത് എഴുതുമ്പോൾ മൂ. ഹാഇനോട് അലിഫ്, ഹാഇൻ്റെ പകുതി എഴുതും അലിഫ് ചേർക്കുമ്പോൾ ഹാ.
യാ ചേർക്കുമ്പോൾ ഹായുടെ പകുതി എഴുതും ഹീ. ഹീ യായും കസറും. അടുത്തത് ഹൂ. ഹാവും ലമ്മും വാവും കൂടെ ചേർക്കുമ്പോൾ ഹൂ. ലാമിൻ്റെ കൂടെ അലിഫ് ചേർക്കുമ്പം അങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും. ലാമിൻ്റെ അകത്തോട്ട് ചരിച്ച് അലിഫിടും. ലാ. സാധാരണ രണ്ടാമത് എഴുതുന്ന രീതിയിലാണ് എഴുതുന്നത്. ലീ. ലാമിൻ്റെ കൂടെ യാ ചേർത്ത് കസറിട്ടു. ലൂ. ലാമിൻ്റെ കൂടെ ലമ്മ കൊടുത്ത് വാവും ചേർത്ത് ലൂ. അടുത്തത് ജാ. ജീമ് ഫത്തഹ് അലിഫ്. ജീ. ജീമ് യാ കസർ. ജീമ് വാവ് ലമ്മ് ജൂ.